എനിക്ക് അങ്ങനെ വേറൊരാളുടെയും പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ല. അമ്മ എടുത്തു എടുത്തു എടുത്തു. ശരിക്കും അമ്മാവ അമ്മ എടുത്തതാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എനിക്കറിയാടാ, നിന്നെ കൊണ്ട് പോലും എനിക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. നിനക്കേ ഞാൻ വെച്ചിട്ടുണ്ടടാ. അവിടെ നിക്കടേ. രക്ഷപ്പെട്ടൊന്നും നീ കരുതണ്ട. അപ്പോ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉദ്ദേശം പഴയതൊക്കെ തന്നെയാ. എങ്കിലേ നാളിനി ഈ ഏട്ടനെ ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളൂ. ഏട്ടടി ഇവളീ ജന്മത്ത് നേരാവില്ല ഏട്ടാ. എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ എന്റെ കൂടെ നീ മാത്രമാ ഉള്ളത്. അതാ എന്റെ ഒരു ധൈര്യം. ഏട്ടൻ പേടിക്കണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി, പാല്. അയ്യോ, ആരെങ്കിലും ഒന്ന് വേഗം വായോ, ഇവിടെ ആകെ തീ പിടിക്കുന്നേ. അയ്യോ, ആരെങ്കിലും ഒന്ന് വായോ. അയ്യോ മുത്തശ്ശി, മുത്തശ്ശി എണീക്ക്, എണീക്ക് മുത്തശ്ശി, എണീക്ക്. അയ്യോ മോളെ. അയ്യോ, ആരെങ്കിലും വരണേ. അയ്യോ, ആരെങ്കിലും വായോ, രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും ഓടി വായോ. ആരെങ്കിലും വായോ. അയ്യോ മോളെ. മോളെ. അയ്യോ. അപ്പോ ഹരി ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ പഞ്ചായത്ത് ഓഫീസിലോട്ട് വാ. എന്താ ഇവിടെ? ഓ എന്റെ ദൈവമേ, തീപിടുത്താണല്ലോ. ആ കല്യാണിത്താള മാത്രമേ അവിടെ ഉള്ളൂ. വേ വാ. അയ്യോ, അയ്യോ. മുത്തശ്ശി എണീറ്റ്, എണീക്ക്. മാറിക്ക പ്രസിഡന്റ്, വെള്ളം എടുത്തിട്ടോ. അയ്യോ.
മോളാണോ കണ്ടത്? ഞാൻ പാലും കൊണ്ട് വന്നതാ. പെട്ടെന്ന് തീയും പുകയൊക്കെ കണ്ടത്. മുത്തശ്ശിയുടെ നിലവിളിയും കേട്ടു. നന്നായി മോളെ. മോളെ ദൈവം എത്തിച്ചതാ. അല്ലായിരുന്നെങ്കി എന്തായേനെ? ഈശ്വര, മുത്തശ്ശിക്കൊന്നും വരുത്തല്ലേ. ആഹാ, അച്ഛൻ സഹായിക്കണം മോളെ. സഹായിക്കണം. ആ, അങ്ങനെ ഒരു കാര്യം ചെയ്യാനെങ്കിലും നീ സമ്മതിച്ചല്ലോ. ആ, ഇനി ഏതൊക്കെയാ മടക്കി വെക്കട്ടെ? ദേ, ഇതിൽ തൊട്ടു പോവരുത്. ആ, അപ്പൊ പിന്നെ നീ സഹായിക്കണമെന്ന് പറഞ്ഞത്? സഹായിക്കണമെന്ന് പറഞ്ഞത് അച്ഛൻ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ. എന്റെ പണിയും നടക്കും, നമുക്ക് എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്യാം. ആഹാ. ആ സഹായം ഞാൻ ഉദ്ദേശിച്ചേ. ആ, ഈ ഡോക്ടർമാര് ചെയ്യുന്ന ഓരോ ചതികളെ രോഗിന്നൊരു പേരെഴുതി നെറ്റിയിൽ അങ്ങോട്ട് ഒട്ടിക്കും. പിന്നെ കുടുംബത്തിലുള്ളവര് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കില്ല. ആ മോളെ, മോളെ സുജാത വിളിച്ചിരുന്നോ? ഇന്ന് വിളിച്ചില്ല. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. സുജാത വീട്ടിലെത്തി. അയ്യോ, എന്നിട്ട് അമ്മ എന്താ എന്നെ വിളിക്കാതിരുന്നേ? നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാ എന്നെ വിളിച്ചേ. ഞാൻ അമ്മയെ വിളിച്ചോളാം. ദർശനമൊക്കെ നന്നായിട്ട് നടന്നു എന്ന് പറഞ്ഞു. ആ, അല്ലെങ്കിലും നല്ല മനസ്സുള്ളവരുടെ യാത്രയ്ക്ക് ഒരു തടസ്സവും വരില്ലല്ലോ. ആ, പിന്നെ മോളെ, മറ്റന്നാ പുലർച്ചെയാ സുജാത അവരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞ പൂജ. നമ്മൾ നാളെ തന്നെ അങ്ങോട്ട് ചെല്ലണമെന്നാ പറഞ്ഞേ. അതിനെന്തിനാ നമ്മൾ നാളെ തന്നെ പോകുന്നേ? എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ അമ്മയോട് ചോദിച്ചോ. നാളെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ജീവൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അതെങ്കിലും വേണ്ട എന്ന് അച്ഛന് പറയായിരുന്നില്ലേ? നമുക്കെന്താ ഒരു വണ്ടി വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലേ? ഞാൻ പറയാഞ്ഞിട്ടാണോ? ചോദിച്ചു നോക്ക്. നിർബന്ധിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടൊരു നിർബന്ധിക്കല്. അവസാനം എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. അത് തിരുത്തിയാലും എനിക്ക് സന്തോഷം, തിരുത്തിയില്ലെങ്കിലും സന്തോഷം. ഞാനെന്തായാലും അമ്മയെ വിളിച്ചോളാം അച്ഛാ. സാറേ, നമ്മ അങ്ങേ സെല്ലൊന്നും ചൊല്ലിയിരിക്കാ. എന്തിന്? അല്ല, അവർക്ക് റെഡിയാക വേണ്ടേ? നമ്മ കൂടെ വരവേണ്ടയാ? പറയാതെ ചെന്നാ മതി. അപ്രതീക്ഷിതമായി ചെന്ന് കയറുമ്പോഴേ ഒളിച്ചും മറച്ചും നിൽക്കുന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇനി എന്നാ സാർ ഒളിയും മറയും? അമ്മ சொல்றது புரியலையா? இந்த பூஜை சாரும் நித்யா மேடம் சேர்ந்து பண்ணியா, அதுக்கப்புறம் கல்யாணம் தான். ഗതികേട്. ഒരാവശ്യമില്ലാത്ത പൂജയാ. ഒന്നിച്ചിരുന്ന് ചെയ്യണം പോലും. മുടങ്ങാൻ പോണ കല്യാണത്തിന് ഓരോ ആചാരം പോലും. என்ன சார், அதெல்லாமே விடுங்க. இவ்வளவு நாள் அந்த பெண்ணோட பின்னாலே சார் எவ்வளவு நடந்தாச்சு? ஏதாவது கிடைச்சிருக்கா? அதுக்கு என்ன மீனிங்? நீங்க வந்து சேரேண்ட ஜோடித்தான். அது சார், அது வந்து நித்யா மேடம் இல்லையா? மேடம் വിളിക്കണ്ട, വിളിക്കണ്ട. என்ன சார்? ഞാൻ പറഞ്ഞില്ലേ ശരവണ, വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈ കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസമായിട്ടും അവൾ എവിടേക്കാ പോകുന്നതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ശരവണ, നീ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. അവൾ എവിടെയാ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാറേ, അവരൊരു തപ്പം പണ്ണാത് സാർ. അവള് നിന്റെ പെങ്ങളോ മോളോ ഒന്നും അല്ലല്ലോ. വായടച്ച് നീ ഞാൻ പറയുന്നത് കേട്ടാ മതി.
നിത്യയോ? പതിവില്ലാതെ നിത്യയുടെ മുഖത്ത് എന്താ ഒരു പ്രത്യേക സന്തോഷം? എന്തെങ്കിലും വിശേഷമുണ്ടോ? സാറിന് ഞാൻ സമ്മതിച്ചു. സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ ഇത്തിരി സന്തോഷമുണ്ട്. അതെന്റെ മുഖത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിത്യയുടെ മുഖത്തിന് ഇന്നൊരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ വന്നാലേ അതെനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിപ്പോ സന്തോഷമായാലും സങ്കടമായാലും, എന്തിന് ലജ്ജയായാൽ പോലും. അപ്പൊ സാറോട്ടും മോശമല്ലല്ലോ. അല്ല, സന്തോഷം എന്താന്ന് പറഞ്ഞില്ല. വേറെ ഒന്നുമില്ല സർ. കുറെ നാളായിട്ട് അച്ഛന്റെ സഹോദരനും സഹോദരിയൊക്കെ പല വഴിക്കായിരുന്നു. ഇപ്പോ എല്ലാവരും ഒന്നിച്ചു ചേർന്നു. എല്ലാവരും വീട്ടിലുണ്ട്. അതിന്റെ ഒരു സന്തോഷ. ഓ, അത് ശരി. അപ്പോ നിത്യയുടെ സന്തോഷത്തില് ഞാനും പങ്കുചേരുന്നു. എന്നാ കയറിയിരിക്കും. മോളെ, റെഡിയായില്ലേ? മോളെ, പെട്ടെന്ന് വാ. ഇരിക്കേ 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 ഇരിക്കേ. നിത്യ, ഞാൻ പറയാൻ മറന്നു. മോളുടെ ഒരു കൂട്ടുകാരിയുടെ ബർത്ത്ഡേ. അവളിന്ന് അങ്ങോട്ട് പോയേക്കാം. അയ്യോ, സാറിനെന്നാ പറയായിരുന്നില്ലേ? ഞാനെന്നാ കേറില്ലായിരുന്നല്ലോ. അല്ല, മോള് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. ക്ലാസ് മുടങ്ങണ്ടല്ലോ. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം സർ. മോള് വരുമ്പോ വിളിച്ചാ മതി. അതല്ല, നിത്യ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിരുന്നു. മോള് വരുന്നതിന് മുമ്പ് അതൊന്ന് ചെയ്തു തരികയാണെങ്കിൽ. എന്ത് സർ? അല്ല, ഓഫീസിലെ കുറച്ച് കണക്കുകളും മറ്റുമാണേ. എല്ലാം സ്റ്റാഫ് നോക്കി വെച്ചിരിക്കുന്നതാ. എന്നാലും അതൊന്ന് ടാലി ചെയ്തു തരണം. അയ്യോ സർ, ഓഫീസിലെ കണക്കൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞ. നിത്യക്കിതില് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ. എനിക്ക് പകരം നിത്യ നോക്കുന്നു, അത്ര തന്നെ. എനിക്ക് സത്യം പറഞ്ഞ ഈ കണക്കിന്റെ കാര്യത്തില് പണ്ടേ മടിയാ. പലചരക്ക് സാധനങ്ങൾ പോലും വാങ്ങിച്ച തുക കൂട്ടി നോക്കാൻ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടും. അതുകൊണ്ടാ. പ്ലീസ്. എന്നാ സാർ എടുത്തോളൂ. ഇത് ഞാൻ ട്യൂഷന്റെ കണക്കിൽ വെക്കുന്നില്ല കേട്ടോ. എക്സ്ട്രാ ആയിട്ട് നിത്യ എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ഞാൻ തരും. അയ്യോ, അതൊന്നും വേണ്ട സർ. ഇതൊരു ചെറിയ കാര്യമല്ലേ, ഞാൻ നോക്കിത്തരാം. താങ്ക്സ്. എന്നാ ഞാൻ എടുത്തിട്ട് വരാം. ഇതാ നോക്കാനുള്ളത്. ഞാൻ നോക്കട്ടെ സർ.
പറ്റാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിത്യയെ കൊണ്ട് ചെയ്യാൻ പറ്റും. എടാ, കൃഷി ഓഫീസർ ഈ നേരത്തെ വീട്ടിലുണ്ടാവോ? ഓഫീസിൽ വിളിച്ചപ്പോ ഇന്ന് ലീവാണെന്നാ പറഞ്ഞത്. അപ്പൊ വീട്ടിലുണ്ടാവുമല്ലോ. ലീവ് എടുത്ത് വേറെ എവിടെങ്കിലും പോകാനായിക്കൂടെ? നെഗറ്റീവ് പറയാതിരിക്കടാ. അവിടം വരെ പോയി നോക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത്തവണത്തെ കൊയ്ത്തിനെ മിഷൻ ഇറക്കാതെ ഒരു നിവൃത്തിയില്ല. പണിക്കാര് കമ്മിയാ. അതിന് സാറിനോട് പറഞ്ഞ അനുവാദം വാങ്ങണം. അതിലിന്ന് കണ്ടാ നന്നായിരുന്നു. കുറെ കാലം കഴിയുമ്പോ ഈ കൊയ്ത്തുപണിയൊക്കെ നമ്മൾ വേറെ വല്ല നാട്ടിലും പോയി കാണേണ്ടി വരും. നമ്മുടെ പാടങ്ങളുടെയൊക്കെ അവസാന റീല ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. എടാ, ഈ ഓട്ടോക്കെ ഓടിയാലും അവസാനം ആളുകൾ തിരിയാനുള്ളത് കൃഷിയിലേക്കാ. നീ നോക്കിക്കോ, അങ്ങനൊരു മാറ്റം വരും നമ്മുടെ നാട്ടില്. ഈ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാര് കൃഷിയുടെ മഹത്വം മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങും. പിന്നെ അവർക്കൊക്കെ നിന്നെ പോലെ നട്ടപ്രാന്താണല്ലോ. എടാ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ, പിന്നെ ഞാൻ ചോദിച്ച കാര്യത്തിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ 100 കണക്കിന് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏതിനാ നിനക്ക് മറുപടി വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു തവണയെങ്കിലും ആ പെണ്ണിനോടൊന്ന് സംസാരിക്കേ. വേറെ ഒന്നുമല്ലെങ്കിലും നിന്റെ കവിതയാണ് അവൾ പാടുന്നതെന്നൊന്ന് പറയാൻ. നിന്റെ തൊട്ടടുത്ത് നിന്ന് ഒരു 2 വരി പാടാൻ. എടാ, നിനക്കെന്നെ ജീവനോടെ കുഴിച്ചിട്ടാലേ സമാധാനം കിട്ടുമല്ലേ? ഇപ്പോ ഉള്ള സംഭവങ്ങൾ തന്നെ മനസ്സിനെ എങ്ങനെ പൊള്ളിക്കുന്നു എന്നറിയില്ല. പിന്നെ അടുത്ത് ചെല്ലുന്നതും കവിത വിളിക്കുന്നതും. ദേ, നീ ഇനി ഇക്കാര്യം എന്നോട് സംസാരിക്കരുത്. കേറ്.